ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹംടെക് ഗ്രാഫിക്സ്. നമുക്കിന്ന് ഗൂഗിൾ ക്രോമിന്റെ ചെറിയൊരു ട്രിക്ക് കാണാം. അപ്പോൾ ആ ട്രിക്കിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കൊണ്ട് തന്നെ മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ ക്രോം ഒക്കെ വഴി വെബ്സൈറ്റിൽ കയറുമ്പോൾ ഈ വെബ്സൈറ്റിന്റെ URL ഇപ്പുറത്തായിട്ട് ഇത്തരത്തിലുള്ള ഒരു ഐക്കൺ കണ്ടോ? ഈ ഐക്കൺ എന്താണെന്ന് നിങ്ങൾക്കറിയോ? അപ്പം ഈ ഒരു ഐക്കന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ആ ഒരു വെബ്സൈറ്റിന്റെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ കണക്ഷൻ ഈസ് സെക്യൂർ എന്നുള്ളതാണ് നോക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വെബ്സൈറ്റിന്റെ കണക്ഷനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കുന്നതാണ്. ആ ഒരു വെബ്സൈറ്റിനെ എൻക്രിപ്റ്റഡ് ആക്കിയിരിക്കുന്നത് ആരാണെന്നും അവരുടെ ആ ഒരു സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസും അതുപോലെ എത്രത്തോളം സെക്യൂർ ആണെന്ന് ആ ഒരു സൈറ്റ് എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് ഒക്കെയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. അതുപോലെ ബാക്കിലോട്ട് വരാമെന്നുണ്ടെങ്കിൽ ഇവിടെ കുക്കീസ് ആൻഡ് സൈറ്റ് ഡാറ്റ എന്നത് കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സൈറ്റ് ഇതിനു മുമ്പൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്രത്തോളം ആ ഒരു ഡാറ്റ സ്റ്റോർ ചെയ്തിട്ടുണ്ടെന്നൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നതാണ്. അപ്പം അത് നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഡിലീറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അത് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നീടുള്ളതാണ് ആഡ് പ്രൈവസി എന്നുള്ളത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ആ ഒരു സൈറ്റിലുള്ള ആഡ് പ്രൈവസിയുടെ ഡീറ്റെയിൽസ് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ബാക്കിലോട്ട് വരാം. വീണ്ടും നോക്കാന്നുണ്ടെങ്കിൽ ഇവിടെ ലാസ്റ്റ് വിസിറ്റഡ് എന്നതുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു സൈറ്റ് നമ്മൾ എന്നൊക്കെയാണ് വിസിറ്റ് ചെയ്തിട്ടുള്ളതെന്നൊക്കെ ഉള്ളത് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതാണ്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കാന്നുണ്ടെങ്കിൽ കാണാൻ സാധിക്കും. അപ്പം നമ്മൾ ആ ഒരു സൈറ്റിൽ വിസിറ്റ് ചെയ്തതിൻ്റെ ഹിസ്റ്ററി ഫുള്ള് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്. ഓക്കെ, അതിൽ ബാക്കിലോട്ട് വരാമെന്നുണ്ടെങ്കിൽ പിന്നീടുള്ളത് എബൌട്ട് ദിസ് പേജ് എന്നതാണ്. അപ്പം എബൌട്ട് ദിസ് പേജ് എന്നതിൽ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ആ ഒരു വെബ്സൈറ്റിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതാണ്. ആ ഒരു വെബ്സൈറ്റ് എന്നാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്, അത് മാനേജ് ചെയ്യുന്നത് ആരാണ്, എവിടെയാണ്, അതിനെപ്പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും ആ ഒരു വെബ്സൈറ്റിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ നിന്നൊക്കെ നോക്കി കാണാൻ സാധിക്കുന്നതാണ്. അപ്പം അത്തരത്തിലുള്ള കുറേയധികം ഡീറ്റെയിൽസ് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങൾ ഗൂഗിൾ ക്രോം വഴി ഏത് വെബ്സൈറ്റിൽ കയറിയാലും ഇത്തരത്തിലുള്ള ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പം ഈ ഒരു ഇൻഫർമേഷനെ പറ്റി നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അതുപോലെ ഇതുപോലുള്ള മോർ ഇൻഫർമേറ്റീവ് വീഡിയോസ് നിങ്ങളിൽ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതേപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. ഇതുപോലുള്ള അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.